ട്രൈ ചെയ്തിട്ടും മുടി വളരാത്തവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഔഷധമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ്. കറക്റ്റ് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ലൊരു വ്യത്യാസം തരുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയർ. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കണം. അതായത് നമ്മൾ ചോറ് വാർത്തുടനെ എടുക്കില്ലേ, ആ ഒരു കഞ്ഞിവെള്ളമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്, ഇതിൽ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. കറക്റ്റ് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം നമ്മൾ എടുത്ത് വയ്ക്കുക. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിച്ചിൽ, താരൻ, മുടി വളരായ്മ ഇതൊക്കെ ഇല്ലാതാക്കി മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഒരു ഔഷധമാണ് കേട്ടോ. അപ്പോൾ ഗ്രാമ്പൂ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റ് 10 എണ്ണം. ഇതിൽ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. ഞാൻ കാണിക്കുന്ന എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കണക്കുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചു വെച്ച നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് 1 ടേബിൾ സ്പൂൺ. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ പറയുന്ന കണക്കുകൾ മാറിപ്പോവരുത്. കറക്റ്റ് 1 ടേബിൾ സ്പൂൺ ഉലുവയും നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇതും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഇത് ഓവർനൈറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക. ഇപ്പം നിങ്ങൾ ഇന്ന് രാവിലെയാണ് കഞ്ഞിവെള്ളം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുക്കുക. രാത്രി ഇട്ട് വെച്ചാലും പിറ്റേ ദിവസം രാവിലെ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓവർനൈറ്റ് നമ്മളിത് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഉലുവയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വീർത്ത് വന്ന് നമ്മുടെ കഞ്ഞിവെള്ളം നല്ലതുപോലെ കട്ടയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ കറക്റ്റ് 1 ഗ്ലാസ്, നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ കഞ്ഞിവെള്ളം എടുത്തത് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് 1 ഗ്ലാസ് പച്ചവെള്ളം, സാധാ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നേരെ അടുപ്പത്ത് വെച്ച് ഇത് നമ്മൾ നല്ല രീതിക്ക് തന്നെ വെട്ടിത്തിളപ്പിക്കുക കേട്ടോ. ഒരു 7 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, 5 to 7 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിത് തിളപ്പിച്ചെടുത്താൽ മതി. നല്ല രീതിക്ക് ഇത് നമ്മൾ വെട്ടിത്തിളപ്പിക്കുമ്പോൾ നമ്മുടെ വെള്ളം ഒന്നും കൂടെ ചുരുങ്ങും കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ കഞ്ഞിവെള്ളം 1 ഗ്ലാസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് അളവിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു അരിപ്പി ഉപയോഗിച്ച് ഇത് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്ത് മാറ്റുക. ഇനി അരിച്ചെടുത്ത ഈ ഒരു വെള്ളം, ഈ ഒരു കഞ്ഞിയുടെ വെള്ളം നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ലത് കേട്ടോ. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഈസിലി അവൈലബിൾ ആണ്. 40 രൂപയോ 50 രൂപയോ മറ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്പ്രേ ബോട്ടിലിന്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമുണ്ടാവും. അതിനാണ് ഞാനിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ അടുത്ത് എപ്പോഴും വാങ്ങിച്ചു വയ്ക്കാൻ വേണ്ടി പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഹെയർ കെയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നാളെ മുതലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ, അതായത് തലേന്ന് തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഷാമ്പൂ ഇട്ട് സ്കാൽപ്പ് മുടിയൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത മുടിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ കെയർ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഷാമ്പൂ ഹെയർ വാഷ് ചെയ്ത് തലേന്ന് തന്നെ ഷാമ്പൂ ഹെയർ വാഷ് ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ എണീച്ച് നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് ഒരു 3-4 തുള്ളി, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കരുത്, ഒരു 3-4 തുള്ളി കയ്യിലേക്ക് ആക്കിയതിന് ശേഷം ഇത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് പുരട്ടി കൊടുക്കുക. ഇത് നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും മുടിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരുപാട് ഓയിൽ എടുക്കരുത്. അത് ആഴ്ചയിൽ 2-3 തവണ മാത്രം ഡീപ്പായിട്ട് നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഒരു 3-4 ഡ്രോപ്സ് എടുത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കഞ്ഞിവെള്ളം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ലെയറുകളായിട്ട് തിരിക്കുക. നമ്മുടെ സ്കാൽപ്പ്, നമ്മുടെ തലയോട്ടി തെളിഞ്ഞ് കാണണം. ആ ഒരു തലയോട്ടിയിൽ നല്ല രീതിക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ലെയറുകളായിട്ട്, ഓരോ ലെയറുകളായിട്ട് നമ്മൾ വകച്ചിലെടുത്തതിന് ശേഷം ഓരോ ലെയറിലും ഇതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കഞ്ഞിവെള്ളം നമ്മുടെ സ്കാൽപ്പിൽ തട്ടണം. എന്നിരുന്നാൽ മാത്രമാണ് അവിടെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ.
നിങ്ങളുടെ സ്കാൽപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ മാറി, താരൻ മാറി, മുടി കൊഴിച്ചിൽ മാറി, മുടി നന്നായിട്ട് വളരാനും ഉള്ളോടുകൂടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക, എന്നും ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days ചെയ്യുക. ഇനിയിപ്പോൾ എന്നും ഹെയർ വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്കാൽപ്പിൽ, മുടിയിൽ സ്പ്രേ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മസാജ് കൊടുക്കുമ്പോൾ ഇത് ഈവണായിട്ട് നമ്മുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ആവാനും നമുക്ക് ഈവണായിട്ടൊരു ഹെയർ ഗ്രോത്ത് തരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനാണ് ഞാൻ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് സൈഡിലും കൂടെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കെട്ടിവെക്കണം. കെട്ടിവെച്ച് കറക്റ്റ് ഒരു 15 മിനിറ്റിൽ കൂടുതൽ നമ്മുടെ മുടിയിൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് 15 മിനിറ്റ് നേരം നമ്മുടെ മുടിയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഒരിക്കലും നിങ്ങൾ ഷാമ്പു ഇട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കരുത്. വെറുതെ പച്ചവെള്ളം ഉപയോഗിച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ എന്നും നിങ്ങൾ ചെയ്യുക. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ഒരാഴ്ച ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഉപയോഗിക്കുന്നതിനേക്കാളും മുൻപായിട്ട് എടുത്ത് പുറത്ത് വെക്കുക. ഒരു 5-10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ എന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. റെഗുലറായിട്ട് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 7 days ചെയ്ത് വരുമ്പോൾ വെറും 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തരുന്ന, അത്രയ്ക്കും റിസൾട്ട് തരുന്ന ഒരു ഹെയർ കെയർ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.